നീ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് പകരം ആദ്യം സ്വയം എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്ക. വേണമെങ്കിൽ നിന്റെ ജെറ്റ് പവറൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. എന്ത് ചെയ്താലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഏതൊരു ശക്തി എന്നെ അകത്തോട്ട് വലിക്കുക. ഞാൻ കാറിന്റെ മുകളിൽ നിൽക്കാം. ഞാൻ പറഞ്ഞ ഉടനെ ഫുൾ ആക്സിലേറ്റർ കൊടുക്കണം. അങ്ങനെ വണ്ടിയുടെ സ്പീഡ് കൂട്ടണം. ഓക്കേ റോബോ ബോയ്. ഫുൾ സ്പീഡ് ഓൺ. ഫുൾ പവർ ഓൺ. It's a danger of battery discharge. No problem. Full power on. Full power on. വീറിനെ മാഡ് മാക്സ് ബ്ലാക്ക് സർക്കിളിലേക്ക് കുടുക്കി. ബ്ലാക്ക് സർക്കിളോ? അതെന്താ? ആദ്യമെല്ലാം തെളിച്ചു പറയൂ. ജിണ്ടു വീർ അപകടത്തിലാണ്. നീ ഒന്ന് വേഗം വാ. ഒന്നവിടെ നിക്ക്. ഞാൻ ഓടി ആകെ തളർന്നു പോയി. നിക്ക് ജിണ്ടു, വേഗം വാ. ഇപ്പൊ നിന്റെ ഓർമ്മ ഞാൻ തിരികെ കൊണ്ടുവരാം. എന്റെ ഓർമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇവന്റെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ശ്രീമാൻ കഴുതച്ചേട്ടാ, ദയവായി പറഞ്ഞാലു താങ്കൾ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ എന്റെ പുറകെ എങ്ങനെ നടക്കാൻ? ചുൾബുൾ, നമ്മൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? നീയാണ് കൊള്ളാമല്ലോ. വീർ അപകടത്തിൽ പെട്ടിരിക്കുമ്പോ നീ എന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നോ? അത് ശരി, ഇപ്പൊ അങ്ങനായോ? വാദി പ്രതിയായ കഥയാണല്ലോ. സാർ, നിങ്ങളെല്ലാവരും മുന്നോട്ട് പോയിക്കോളൂ. ആ ഭൂതത്തിനെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, നിങ്ങൾ പോയി നോക്കിക്കോളൂ. ഇതിനങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേടിയുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. വീർ, ദേ അങ്ങോട്ട് നോക്ക്. ജിണ്ടുവിനെ വിളിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഭൂതങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ. എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞാലും. എന്റെ ജിണ്ടു, നീ എന്തിനാ ചുൾബുളിനെ കൊണ്ടുവന്നേ? അവൻ വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. വീർ ഒറ്റയ്ക്ക് അവനെ കൂട്ടാതെ ക്യാമ്പിന് പോയെന്നും പറഞ്ഞ്. അതുകൊണ്ടാ ഞാൻ അവനെയും കൂട്ടിട്ട് ഇങ്ങോട്ട് പോന്ന്. വീർ, എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം നീ പറഞ്ഞാ മതി. നീ പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യും. ഇവിടുത്തെ ഭൂതങ്ങളെല്ലാം ഓടിക്കണം. വേഗം ഒന്ന് ഇവിടുന്ന് ഭൂതത്തെ ഓടിക്കേ എന്റെ ചിന്ന മുത്തശ്ശി. ഇവരിതെന്തൊക്കെയാണ് ഈ പറയുന്നേ? രണ്ടുപേരും ഭൂതങ്ങളെ ഓടിക്കാനുള്ള മന്ത്രം പറയാ. രണ്ടുപേർക്കും ഭൂതങ്ങളെ ഭയങ്കര പേടിയാ. ജിൻടു, ചുൾബുൾ, ഇവിടെ ശരിക്കും ഭൂതങ്ങൾ ഒന്നുമില്ല. ആരൊക്കെയോ നമ്മളെ പേടിപ്പിക്കുന്നതാ. ജിൻടു, നീ എന്നെ ഭൂതത്തിന്റെ രൂപത്തിലാക്ക്. എന്നിട്ട് എന്നെ ഒന്ന് പറപ്പിക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാധം. ഇംലി, നീ ഇവരെയും കൂട്ടി എന്റെ പിന്നാലെ വന്നോളൂ. ഹലോ അങ്കിൾ, നിങ്ങളുടെ ഈ പപ്പറ്റ് ഷോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വളരെ നല്ലതാ. ഞാൻ ഇവിടുത്തെ ഭൂതമാണ്. നിങ്ങളും ഇവിടുത്തെ ഭൂതങ്ങളാണ്. എങ്കിൽ പിന്നെ നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് താമസിച്ചൂടെ? ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല. അങ്കിൾ പോലെ നിക്ക്. അതിനുശേഷം എനിക്കൊരു പ്രേതത്തെ കിട്ടി. സത്യാണോ സാറേ? യെസ്. എന്നിട്ട് ഞാൻ ആ പ്രേതത്തെ ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. പേടിക്കണ്ട, നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നേ?
എന്റെ ബോസിനെ മണ്ടനെന്ന് വിളിക്കുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. ഇനി ഈ റോബോട്ട് എന്റെ കൺട്രോളിലായിരിക്കും. ഇത് കണ്ടിട്ട് മാക്സിന്റെ പണിയാണെന്ന് തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാണ് ഇംലി. റോബോബോയ് വന്നേ പറ്റൂ. നിങ്ങളെല്ലാവരും സൈഡിലോട്ട് മാറി നിൽക്കേ. പറയൂ എമിലി. അപ്പൂപ്പന്റെ ഒരു സഹായം വേണം. വീർ അപ്പൂപ്പൻ പറഞ്ഞു. താങ്ക്സ് എമിലി. അപ്പൂപ്പൻ പറഞ്ഞത് കറക്റ്റ് കാര്യാ. ഓയിൽ സ്പ്രേ ഓൺ. ഓയിൽ സ്പ്രേ ഓൺ. നൈസായിട്ട് മുങ്ങിയേക്കാം. പ്രിൻസിപ്പൽ സാർ, ഞാൻ പോലീസിനെ വിവരം അറിയിക്കാൻ പോയതാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പോലീസിന് വിശ്വസിക്കാനാവുന്നില്ല. അതുകൊണ്ട് സാർ തന്നെ ഒന്ന് വിളിച്ചു പറയോ? താങ്ക് യു വീർ. ഇനി പക്ഷേ അതിന്റെ ആവശ്യമില്ല. റോബോ ബോയ് വന്ന് എല്ലാം ശരിയാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ജഡ്ജസിനോട് അപേക്ഷിക്കുകയാണ്, വീണ്ടും ഒരിക്കൽ കൂടി ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യൂ. പ്രൈസ് മുൻപ് തീരുമാനിച്ചതുപോലെ തന്നെ വീറിന്റെ റോബോട്ടിനാണ് ഫസ്റ്റ് പ്രൈസ്. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കാവില്ല. ഇന്നിവിടെ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ആ ബുക്കിലോട്ട് ഞാൻ ഒരിക്കലും നോക്കില്ല. ഡോണ്ട് മൈൻഡ് ഇറ്റ്. നിന്നെ ഞാൻ ഈ ബുക്കിനകത്ത് ഉറപ്പായിട്ടും കേറ്റും. യു ഡോണ്ട് മൈൻഡ് ഇറ്റ്. Not bad. Let's fight. Twisted suit on. എങ്ങനെയുണ്ട്? Don't mind it. എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഇവനെ അത്ര എളുപ്പം തോൽപ്പിക്കാൻ പറ്റില്ല. ഇത് കേക്ക്. ഓക്കേ ഡൺ. ബിഗ് ഡൈനോ, ഇന്ന് ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഇന്നാവേ ഇംലി, വീർ അപകടത്തിലാണ്. അവനോട് ഏറ്റുമുട്ടുന്നത്
നിർത്താൻ പറയൂ. വീറിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അവനെ എങ്ങനെ തോൽപ്പിക്കേണ്ടത് ഈ ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ബുക്ക് ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാനും ഒന്ന് കാണട്ടെ വീരനെ തോൽപ്പിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന്. ഇത് ചീറ്റിംഗ് ആണ്, ഇത് ചീറ്റിംഗ് ആണ്. എന്റെ കയ്യില് ഡ്യൂപ്ലിക്കേറ്റ് ബുക്കായിരുന്നു. ഇതാണ് ഒറിജിനൽ. നല്ല ട്രിക്കായിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. വീർ, നിന്റെ പ്ലാന്റെ ഒടുവിൽ വർക്കൗട്ടായി. നമുക്കെന്നെ വീട്ടിൽ പോയി ജിണ്ടുവിനെ ശരിക്കൊന്ന് കാണണ്ടേ? വരൂ, നമുക്ക് പോയി ജിണ്ടുവിനെ കണ്ടുപിടിക്കാം. അവന്റെ ഓർമ്മ തീർച്ചയായും മാഞ്ഞു പോയി കാണും. ഇപ്പൊ എവിടെങ്കിലും ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുമായിരിക്കും.